അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +1 സയൻസിനെ പറ്റിയായിരിക്കും. അപ്പം അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, പ്ലസ് ബയോമാക്സിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് പൊതുവെ പറയുന്നത് PCM എന്നും ബയോമാക്സിന് പൊതുവെ പറയുന്നത് PCMB എന്നുമാണ്. ഇപ്പം ആരെങ്കിലും നിങ്ങളോട് 10 കഴിഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ ഏത് സ്ട്രീമൊക്കെ എടുക്കാൻ പോകുന്നതെന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ PCM എടുക്കുന്നത്, ഞാൻ PCMB എടുക്കുന്നത്. പിന്നെ ഹോം സയൻസിന് പറയുന്നത് PCB എന്നാണ് കേട്ടോ. അവർക്ക് മാത്സ് ഇല്ലാത്തതുകൊണ്ട് അവർ PCB എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ ചുമ്മാ അങ്ങനെ പറഞ്ഞു, ചുമ്മാ ഞാൻ സയൻസാണ് എടുക്കുന്നത്, എന്ത് സയൻസാണെന്നൊന്നും പറയാൻ നിൽക്കണം. ഞങ്ങൾ PCM എടുക്കാൻ പോകുന്നത്, PCMB എടുക്കുന്ന പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു വെയിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 11th എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 സബ്ജക്റ്റേ ഉള്ളൂ. 10th പോലെ 10 സബ്ജക്റ്റ് ഇല്ല. ഈ 6 സബ്ജക്റ്റിൽ 2 ലാംഗ്വേജാണ്. അതായത് നിങ്ങൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയാണ് എടുക്കുന്നതെങ്കിൽ ഹിന്ദി, മലയാളം എടുക്കുന്നതെങ്കിൽ മലയാളം, പിന്നെ ഇംഗ്ലീഷ്. ഈ 2 വരത്തുള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ മെയിനായിട്ടുള്ള 4 സബ്ജക്റ്റ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ടോട്ടൽ 12 ചാപ്റ്റേഴ്സായിരിക്കും ഉള്ളത്. ബയോളജിയുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ കേട്ടറിവ് വെച്ചാണെങ്കിൽ 19 സംതിങ് ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ്. എനിക്ക് സുവോളജിയും ബോട്ടണിയും കൂടി കൂട്ടി 19 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതിൻ്റെ കാര്യം. നമുക്ക് ആദ്യം ഫിസിക്സ് വെച്ച് തുടങ്ങാം. ഫിസിക്സ് എന്ന് പറയുന്നത് 14 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. കെമിസ്ട്രി എന്ന് പറയുന്നത് 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ. നിങ്ങൾ 9 ചാപ്റ്റേഴ്സ് എന്ന് കേട്ടൊന്നും സന്തോഷിക്കേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ കനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ 9 ചാപ്റ്റേഴ്സ് തന്നെ 2 ടെക്സ്റ്റായിട്ടാണ്. ആദ്യത്തെ ടെക്സ്റ്റ് ഭയങ്കര കട്ടിയുണ്ട്, രണ്ടാമത്തെ കുറച്ചേ ഉള്ളൂ. അടുത്തത് മാത്സ് എന്ന് പറയുന്നത് 14 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതും അത്യാവശ്യം നല്ല കട്ടിയും കനമുള്ള ടെക്സ്റ്റാണ് അതിൻ്റെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ നേരത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് +1 കഴിഞ്ഞ +1 +2 കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരുടെ നിന്ന് ടെക്സ്റ്റ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വേണേം താനും. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് കണ്ടാലും പുത്തൻ പോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാലും അതും പുത്തൻ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയ ടെക്സ്റ്റ് മേടിച്ച് മണ്ടത്തരം കാണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് പുതിയ ടെക്സ്റ്റ് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് പുതിയ ടെക്സ്റ്റ് മേടിച്ച് ഫുൾ എനിക്ക് പുതിയ ടെക്സ്റ്റ് മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഏതാണ്ട് 2000 രൂപയോളം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. ബയോളജി ടോട്ടൽ 19 ചാപ്റ്റേഴ്സോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സുവോളജിയും ബോട്ടണിയും എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ ഏകദേശം ബയോളജി സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിനെ പറ്റിയുള്ള ഡൗട്ട് തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു സ്ട്രീം എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ അത് പഠിച്ച എളുപ്പം, ഇത് പഠിച്ച എളുപ്പം അങ്ങനെ പറയുന്നവരില്ല. നമ്മുടെ ബന്ധുക്കാരും കുടുംബക്കാരും അയൽവക്കത്തക്കാരൊക്കെ അവർ അങ്ങനെയുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളൊന്നും എടുക്കാൻ പോകാൻ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, +1 +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് വലുതാകുമ്പോൾ ആവാനായിട്ടുള്ള, നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 പോലെയല്ല ഇത്. നമ്മളെന്താണോ എടുക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ ജോലി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുക്കുക, നിങ്ങൾ ആ മേഖല, നിങ്ങൾ ബയോളജി എടുക്കുകയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ട്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ല. പോകാമെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റും. നമുക്കിപ്പോൾ ജനറൽ നഴ്സിംഗ് ഉണ്ട്, അതെടുക്കാൻ പറ്റും. പക്ഷേ BSc നഴ്സിംഗ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരും. ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ലെന്നല്ല, പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ 2 പേപ്പറും കൂടെ എഴുതിയെടുക്കണം. അതിലും ഭേദമല്ലേ നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിച്ചത് അത് തന്നെ പഠിച്ച് പോകുന്നത്. അപ്പം നിങ്ങൾക്കൊരു ബേസ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതെന്ന് നിങ്ങൾക്കൊരു വിശ്വാസവും കിട്ടും. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് എനിക്ക് വലുതാകുമ്പോൾ ആരാവണം, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾ അതിനനുസരിച്ച് പോവുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും, എനിക്കിപ്പം ഡോക്ടറാണ്, അപ്പം ഞാൻ എന്ത് പഠിക്കണം എന്ന് നോക്കാം. എനിക്ക് എൻജിനീയർ ആവണം, അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ നോക്കുക. അല്ലാണ്ട് ആരും പറയുന്നത് കേട്ട് നിങ്ങൾ എടുത്ത് ചാടാനേ പോകരുത്. ഇനിയും സമയമുണ്ട്. ഇനിയുള്ള സമയം നിങ്ങൾ വെറുതെ ഇൻസ്റ്റയിലും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് കളയാതെ നിങ്ങളുടെ പാഷൻ എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്ക്. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രീം തിരഞ്ഞെടുക്കാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് തന്നെ അല്ലാണ്ട് വേറെ ആർക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.